Average value of AC over one complete cycle. ഇതാണ് നമ്മുടെ ടോപ്പിക്. ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ. എന്താണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്, അതായത് AC-യുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരച്ചിട്ടുണ്ട്. കറൻറ്റ് വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആ കറൻറ്റിൻ്റെ സമയത്തിനനുസരിച്ചുള്ള വാരിയേഷൻ ശരിക്കും ഒരു സൈൻ വേവ് പോലെയാണ്. കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു, അതിൻ്റെ ഡയറക്ഷൻ പീരിയോഡിക്കായിട്ട് റിവേഴ്സ് ചെയ്യുന്നു. ഇതാണ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്. ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോയിൽ നിന്ന് തുടങ്ങി പോസിറ്റീവ് മാക്സിമം എത്തി, വീണ്ടും അത് സീറോ ആയി, നെഗറ്റീവ് മാക്സിമം എത്തി, വീണ്ടും അത് സീറോ ആകണം. അതായത് ഒരു ഫുൾ വേവ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഒരു ഫുൾ സൈക്കിൾ. ഈ ഫുൾ സൈക്കിളിൽ കറൻറ്റിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോപ്പിക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സൈക്കിളിലെ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ AC-യുടെ ആവറേജ് വാല്യൂ എത്രയാണ്? നിങ്ങൾ നോക്കുക, ഇവിടെയുള്ള ഈ രണ്ട് വേവുകളും ഒരേപോലെയാണ്. രണ്ട് വേവ് എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഈ ഒരു ക്രസ്റ്റും ഇതിൻ്റെ ഈ ഒരു ട്രഫും, അതാണ് ഉദ്ദേശിച്ചത്. ഈ ക്രസ്റ്റിലുള്ള എല്ലാ പോസിറ്റീവ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ട്രഫിൽ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാക്സിമം വാല്യൂ +1 ആണെങ്കിൽ ഇവിടെയുള്ള നെഗറ്റീവ് മാക്സിമം -1 ആയിരിക്കും. ഇവിടെ ഒരു +½ ഉണ്ടെങ്കിൽ അവിടെ ഒരു -½ ഉണ്ടായിരിക്കും. അതായത് ഈ പോസിറ്റീവ് സൈക്കിളിലുള്ള എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നെഗറ്റീവ് വാല്യൂസ് രണ്ടാമത്തെ ഈ നെഗറ്റീവ് സൈക്കിളിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ക്രസ്റ്റിലുള്ള എല്ലാ പോസിറ്റീവ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ട്രഫിൽ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാ വാല്യൂസും കൂടി കൂട്ടി അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്രയേ കിട്ടുള്ളൂ? 0 കിട്ടും. അതായത് ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിള് 0 ആണ്. നിങ്ങൾ ആവറേജ് കറൻറ്റാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫുൾ സൈക്കിളിലെ, ഒരു കംപ്ലീറ്റ് സൈക്കിളിലെ കറൻറ്റിൻ്റെ, ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 0 ആയിരിക്കും ലഭിക്കുക. ഇത് നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കത് മാത്തമെറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യണം. അതിനുള്ള മാർഗ്ഗമാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് അറിയാവുന്ന കുറച്ച് ഇക്വേഷൻസ് ഞാൻ ഈ ഒരു ഫിഗറിന് താഴെ എഴുതിയിട്ടുണ്ട്. I = I0 sin ωt. ഇക്വേഷൻ 1 ആണ്, നമുക്കറിയാവുന്നതാണ്. ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ മാത്തമെറ്റിക്കൽ ഫോമാണ് I = I0 sin ωt. അതുപോലെ തന്നെ ചെറിയൊരു ചാർജ്, ചെറിയൊരു സമയം, അത് കാരണമുണ്ടാകുന്ന കറൻറ്റ് I = dQ/dt ആണ്. അതിൽ dQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് കറൻറ്റ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ബൈ ടേക്കിംഗ് എ സ്മോൾ ടൈം dt. അപ്പോൾ ചെറിയ ചാർജ് ചെറിയ സമയത്തിൽ ഒരു കണ്ടക്ടറിൽ കൂടി ഒഴുകി കഴിഞ്ഞാൽ അവിടെ ഒരു കറൻറ്റ് ഉണ്ടായിരിക്കും. ആ കറൻറ്റ് I = dQ/dt ആണ്. അത് ഇക്വേഷൻ 2 ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ dQ = I × dt എന്ന് എഴുതാം. ഈ dt-യെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. ദെൻ dQ = I × dt. അത് നമ്മൾ ഇക്വേഷൻ 3 ആയിട്ടും എഴുതിയിരിക്കുന്നു. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. അപ്പോൾ ചെറിയൊരു ചാർജിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. dQ = I × dt. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? ടോട്ടൽ ചാർജ് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ. അതായത് ഇതാണ് ഒരു ഫുൾ വൺ കംപ്ലീറ്റ് സൈക്കിൾ. അതിലുള്ള ടോട്ടൽ ചാർജ് നമുക്ക് കണ്ടെത്തണം. ചെറിയ ചാർജിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. dQ = I × dt എന്ന് പറയുന്നതാണ് ചെറിയ ചാർജിനുള്ള ഇക്വേഷൻ. ആ ചെറിയ ചാർജിൽ നിന്ന്, dQയിൽ നിന്ന് ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? dQവിനെ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. നോക്കുക, ടോട്ടൽ ചാർജ് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ Q∗T. അതിൻ്റെ അർത്ഥം ടോട്ടൽ ചാർജ് എന്നാണ്. ടോട്ടൽ ചാർജ് = ഇൻറ്റഗ്രൽ dQ. നമ്മുടെ കയ്യിലുള്ള dQവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. dQ നോക്കൂ, dQ = I × dt ആണ്. ഇവിടെ I എന്ന് പറയുന്നത് കറൻറ്റും dt എന്ന് പറയുന്നത് ചെറിയൊരു സമയമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും വാരിയബിൾ വരുന്നത് ആരാണ്? dt ആണ്. dt എവിടെ മുതൽ എവിടെ വരെ മാറാം? ഒരു ഫുൾ സൈക്കിളിൽ ടൈം എവിടെ മുതൽ എവിടെ വരെ മാറാം? 0 മുതൽ T വരെ മാറാം. T എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ടൈമാണ്, അതായത് ടൈം പീരീഡ്. ഒരു ഫുൾ സൈക്കിള് കഴിയുമ്പോഴുള്ള സമയം, അതാണ് അതിൻ്റെ ടൈം പീരീഡ്. അങ്ങനെയാണെങ്കിൽ QT = ഇൻറ്റഗ്രൽ dQ
ഡി ക്യു ഐ ഡി ടി ആണ് അവിടുത്തെ വാരിയബിൾ ടൈമാണ്. ടൈം 0 മുതൽ ക്യാപിറ്റൽ ടി വരെയാണ് മാറുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ എന്ത് കൊടുക്കാം? ലിമിറ്റ് കൊടുക്കാം. 0 to t ഇൻ്റഗ്രൽ 0 to t ഡി ക്യു. ഇനി ഡി ക്യുന് എന്ത് കൊടുക്കാം? നമുക്ക് ഐ ഇൻറ്റു ഡി ടി കൊടുക്കാം. സോ ക്യു ടി ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t ഐ ഇൻറ്റു ഡി ടി ഇക്വേഷൻ 4 ആയിട്ടും കൊടുത്തിരിക്കുന്നു. ഇനി ഐക്ക് നമുക്ക് ഓൾറെഡി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഏതാണത്? I0 sin omega t. അത് നമ്മൾ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ ക്യു ടി ഇസ് ഈക്വൽ ടു 0 to t I0 ഇൻറ്റു ഐക്ക് പകരം I0 sin omega t കൊടുത്തിരിക്കുന്നു. ഡി ടി അങ്ങനെ തന്നെ താഴേക്ക് എടുത്തെഴുതിയിരിക്കുന്നു. ക്യു ടി ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു 0 to t I0 sin omega t ഡി ടി. I0 എന്ന് പറയുന്നത് എന്താ? മാക്സിമം കറൻ്റാണ്. അതൊരിക്കലും മാറുകയില്ല. BAN ഒമേഗയാണ് മാക്സിമം. I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 ഡിവൈഡഡ് ബൈ R ആണ്. അതൊരിക്കലും മാറുകയില്ല, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതല്ലെങ്കിൽ I0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ടും കൺസിഡർ ചെയ്യാം. ഈ ഒരു സൈൻ വേവിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ പോസിറ്റീവ് വാല്യൂ വരും, ഇവിടെ നെഗറ്റീവ് വാല്യൂ വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അതാണ് I0 മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. BAN ഒമേഗ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് EMF ആയിരുന്നു. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് E0 ഡിവൈഡഡ് ബൈ R ആണ്. അതിന് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ ക്യു ടി ഇസ് ഈക്വൽ ടു 0 to t I0 sin omega t ഡി ടി. I0നെ പുറത്തെടുത്തിരിക്കുന്നു. I0 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t sin omega t ഡി ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? sin omega tയെ ഇൻ്റഗ്രേഷൻ ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ അപ്ലൈ ചെയ്യാം? 0 മുതൽ ക്യാപിറ്റൽ ടി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നോക്കുക എന്ത് സംഭവിക്കും. ക്യു ടി ഇസ് ഈക്വൽ ടു I0. I0 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്തെടുത്തതാണ്. ഇൻ്റഗ്രൽ 0 to t sin omega t ഡി ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗയാണ്. കാരണം ഇവിടെ 2 വേരിയബിൾ വരുന്നുണ്ട്, ഒമേഗ വരുന്നുണ്ട്, ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രിഗണോമെട്രിക് അതല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ റൂളൊക്കെ അനുസരിച്ച് സൈൻ ഒമേഗ ടീനെ ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അവിടെയുള്ള ഒമേഗ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കണം. ഓക്കെ, സൈൻ ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി ആണ്. റൂൾ അനുസരിച്ച് ഒമേഗ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ ഇക്വേഷൻ എങ്ങനെ വരും? ക്യു ടി ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ ഫ്രം ദ ലിമിറ്റ് 0 to ക്യാപിറ്റൽ ടി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒമേഗയെ പുറത്തേക്ക് എടുക്കാം. മൈനസ് I0 ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു എന്ത് ചെയ്യണം? മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു, ഒമേഗനും പുറത്തേക്ക് എടുത്തു. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആര് മാത്രമേ ഉള്ളൂ? കോസ് ഒമേഗ ടി മാത്രമേ ഉള്ളൂ. മൈനസ് I0 ബൈ ഒമേഗ കോസ് ഒമേഗ ടി ഫ്രം ദ ലിമിറ്റ് 0 to ക്യാപിറ്റൽ ടി. ഈ ക്വസ്റ്റൻ ഞാൻ താഴേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു മൈനസ് I0 ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ടു ദ ലിമിറ്റ് 0 to ക്യാപിറ്റൽ ടി. അതിന് നമ്മൾ ഇക്വേഷൻ 5 ആയിട്ടും ലേബൽ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ചാർജിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു. ക്യു ടി ഇസ് ഈക്വൽ ടു മൈനസ് I0 ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ഫ്രം ദ ലിമിറ്റ് 0 to ക്യാപിറ്റൽ ടി. അതിന് നമ്മൾ ഇക്വേഷൻ 5 ആയിട്ടും ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കറിയാവുന്നതുപോലെ ഈ ഒമേഗ എന്ന് പറയുന്നത് 2π ഡിവൈഡഡ് ബൈ ടി ആണ്. അങ്ങനെയെങ്കിൽ ഒമേഗയ്ക്ക് പകരം നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2π ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ഓക്കെ, സോ ക്യു ടി ഇസ് ഈക്വൽ ടു മൈനസ് I0 ഡിവൈഡഡ് ബൈ ഒമേഗയ്ക്ക് പകരം 2π ബൈ ടി ഇൻറ്റു കോസ് ഒമേഗയ്ക്ക് പകരം കോസ് 2π ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി ഇൻറ്റു ഇവിടെയുള്ള സ്മോൾ ലെറ്റർ ടി. ലിമിറ്റ് ഇതുവരെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, ഫ്രം ദ ലിമിറ്റ് 0 to ക്യാപിറ്റൽ ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. ക്യു ടി ഇസ് ഈക്വൽ ടു മൈനസ് I0 ബൈ 2π ബൈ ടി. ആദ്യത്തെ ടേമിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെയില്ല. കോസ് ഇൻറ്റു നോക്കുക 2π ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി ഇൻറ്റു ആദ്യം നിങ്ങൾ എന്ത് കൊടുക്കണം? അപ്പർ ലിമിറ്റ് കൊടുക്കണം. സ്മോൾ ലെറ്റർ ടിക്ക് പകരം ക്യാപിറ്റൽ ടി കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ എന്ത് വരും? കോസ് 2π ബൈ ക്യാപിറ്റൽ ടി ഇൻറ്റു അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ടി. അപ്പോൾ ടിയും ടിയും വെട്ടി പോവും. ബാക്കി എന്ത് വരും? കോസ് 2π എഴുതിയിട്ടുണ്ട്. മൈനസ് അങ്ങനെയാണ്. അതായത് ഇവിടെയുള്ള വാരിയബിളിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അതാണ് റൂള്. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു, കോസ് 2π കിട്ടി, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. സ്മോൾ ലെറ്റർ ടിക്ക് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പോൾ 2π ബൈ ടി ഇൻറ്റു 0 മൊത്തം 0 ആയിട്ട് പോകും. അപ്പോൾ കോസ് 0യും വന്നു. ഈ കോസ് 2π എന്ന് പറയുന്നത് 1 കോസ് 0 എന്ന് പറയുന്നതും 1 തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ക്യു ടി ഇസ് ഈക്വൽ ടു മൈനസ് I0 ബൈ 2π ബൈ ടി ഇൻറ്റു 1 മൈനസ് 1. അതായത് 1 മൈനസ് 1 0 ആണ്. 0 ഇൻറ്റു ഈ മൊത്തം ടൈം അതും 0 ആയി. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയായി? 0 ആയി.
അതായത് ഒരു ഫുൾ സൈക്കിളിലെ മൊത്തം ചാർജ് എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. നമുക്ക് വേണ്ടത് ടോട്ടൽ ചാർജ് അല്ല, നമുക്ക് വേണ്ടത് ആവറേജ് വാല്യൂ ഓഫ് കറൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഗ്രാഫിനെ അനലൈസ് ചെയ്ത് ആവറേജ് വാല്യൂ ഓഫ് എ സി ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ ഈസ് ഈക്വൽ ടു 0 എന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് മാത്തമെറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആവറേജ് വാല്യൂ ഓഫ് കറൻറ്റ് ഈസ് ഈക്വൽ ടു total charge in 1 complete cycle divided by time taken to 1 complete cycle. അതായത് I average is equal to total charge divided by capital T. QT എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ആണ്, ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ഒരു ഫുൾ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതായത് ടൈം പീരീഡ്. QT എന്താണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. 0 ഡിവൈഡഡ് ബൈ T അത് 0 തന്നെയാണ്. സോ I average is equal to 0. ഗ്രാഫിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ക്രസ്റ്റിലുള്ള എല്ലാ പോസിറ്റീവ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ട്രഫിൽ നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. അതായത് എല്ലാ വാല്യൂസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, 0 കിട്ടും. അതിന് വീണ്ടും ആവറേജ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതും 0 തന്നെയാണ്. I ആവറേജ് ഗ്രാഫിൽ നിന്ന് സുഖമായിട്ട് 0 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കതിനെ എങ്ങനെ പ്രൂവ് ചെയ്യണമായിരുന്നു, മാത്തമെറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യണമായിരുന്നു. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഏറ്റവും അവസാനം I ആവറേജ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ആവറേജ് വാല്യൂ ഓഫ് എ സി ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0.